السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വഴിവിളക്കിലെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ പ്രസക്തമായ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏതാനും ആഴ്ചകളായി തക്ഫീർ വിഷയവുമായി, കാഫിർ വിഷയവുമായി മറ്റും മുസ്ലിങ്ങൾക്കിടയിലും അല്ലാതെയും ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കാഫിർ, ആരെയാണ് കാഫിറാക്കേണ്ടത്, എപ്പോഴാണ് കാഫിറാവുക, മുശ്രിക്കാവുക എന്നിങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് ചർച്ചകൾ. എന്ത് ചെയ്താലും ശിർക്കാവുകയില്ലെന്ന് ഒരു കൂട്ടരും, കലിമ ചൊല്ലിയാൽ മാത്രം മതി, അതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറയുമ്പോൾ അത് വെറും വാക്കായാൽ മാത്രം പോരാ, അതിന് ചില നിബന്ധനകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം എപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്, അതുകൊണ്ട് തന്നെ നാവുകൊണ്ട് മാത്രം ഒരുത്തൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവുകയില്ല എന്ന വിശദീകരണവും ഇങ്ങനെ രണ്ട് പക്ഷത്തെ കാണാൻ സാധിക്കും. ഈ രണ്ട് വീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആളുകൾ വാഗ്വാദങ്ങൾ നടത്തുന്നത്. ഒരാളിൽ നിന്ന് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അവൻ രണ്ട് സാക്ഷ്യവചനങ്ങൾ മനസ്സിലാക്കി പറഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അപ്പോഴാണ് അവന്റെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അത് മുഖേന അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയും അള്ളാഹു അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് മാത്രമല്ല, ഇസ്ലാമിലെ ഏത് ആരാധന അനുഷ്ഠാന കർമ്മങ്ങൾ പരിശോധിച്ചാലും അതിനൊക്കെ അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇത്തരം നിബന്ധനകൾ ഓരോ വിഷയത്തിലും പ്രത്യേകമായും പൊതുവായും പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഖുർആനിലും സുന്നത്തിലും അവയുമായി ബന്ധപ്പെട്ട തെളിവുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ ഒരാൾ മുസ്ലിമായി അംഗീകരിക്കപ്പെടാൻ ഒന്നാമത്തെ അടിസ്ഥാനമായി പരിഗണിക്കപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവചനം, അത് പറയുമ്പോഴും ഇത്തരം നിബന്ധനകൾ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഹസൻ ബസ്രി റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, ചില ആളുകൾ പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ സ്വർഗത്തിലാണെന്ന്. ഈ ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ സ്വർഗത്തിലാകും എപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ വാചകത്തിന്റെ അതിന്റെ ബാധ്യതകൾ നിർവഹിക്കുകയും ഇതിന്റെ അനുബന്ധമായി ഉണ്ടാകുന്ന നിർബന്ധങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ അതയാൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അതായത് അവന്റെ ആ വാക്ക് യാഥാർത്ഥ്യമായി തീരുന്നത്. ഇതേപോലെ സലഫുകളിൽപ്പെട്ട പല പണ്ഡിതന്മാരും ഇത്തരം പല വാചകങ്ങളും പറഞ്ഞതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അതിൽപ്പെട്ട ഒന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സ്വർഗത്തിന്റെ താക്കോലാണോ എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണ്. പക്ഷേ ഏതൊരു താക്കോലിനും അതിന്റേതായ പല്ലുകൾ ഉണ്ടാകും. പല്ലുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു താക്കോൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു ഇരുമ്പിന്റെ കഷ്ണമോ ഒരു കോലോ വടിയോ അല്ല. എന്തുകൊണ്ട് താക്കോൽ ഉണ്ടാക്കിയാലും ഓരോ പൂട്ടിനും അതിന്റേതായ താക്കോലുകളുണ്ട്. ഓരോ കമ്പനിയുടെ പൂട്ടുകൾക്ക് വ്യത്യസ്ത താക്കോലുകളാണ്. അതിനനുസരിച്ച് പൂട്ട് സംവിധാനിച്ചിട്ടുണ്ടാകും. അത് തുറക്കാൻ പറ്റിയ രീതിയിലുള്ള വരകളും കൊത്തുകളും പല്ലുകളും ചാലുകളും ഒക്കെ ആ താക്കോലിൽ ഉണ്ടാകും. അതല്ലാതെ ഏതെങ്കിലും ഒരു ഇരുമ്പിന്റെ കഷ്ണമോ മറ്റോ കൊണ്ടുപോയി കറക്കിയാൽ തുറക്കുന്നതല്ല പൂട്ടുകൾ. സ്വർഗം എന്ന് പറയുന്നതിന്റെ കവാടത്തിന്റെ പൂട്ട് അത് തുറക്കണമെങ്കിലും അതിനേതായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള താക്കോല് കൊണ്ടേ അത് തുറക്കാൻ സാധിക്കുകയുള്ളൂ. ആ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഏതൊരു താക്കോലും അതിന് ചില പല്ലുകൾ ഉണ്ടാകും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സ്വർഗത്തിന്റെ താക്കോലിനും അത്തരം ചില പല്ലുകളുണ്ട് എന്നർത്ഥം. അതായത് ആ താക്കോലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമാകാൻ അനിവാര്യമായ നിബന്ധനകൾ എന്ന് പറയുന്നത്. പ്രധാനമായും അതിൽ 7 കാര്യങ്ങൾ ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് അതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കി അതിന്റെ യഥാർത്ഥ കാമ്പ് പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം അയാളത് പറയേണ്ടത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു സുഖ്റുഫിൽ ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ എന്ന് കാണാം. ഹഖ് കൊണ്ട് സാക്ഷ്യം വഹിച്ചവനൊഴികെ. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? വഹും യഅലമൂൻ, അവർ മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ട്. ഇതിനെ മുഫസ്സിറുകൾ വിശദീകരിച്ചിട്ടുള്ളത് ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖി എന്ന് പറഞ്ഞാൽ ഇല്ലാ മൻ ശഹിദ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ ഹഖ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയമാണ്. ആ ആശയം, ആ വാക്കിനെ കൊണ്ട് സാക്ഷ്യം വഹിച്ചവൻ. എങ്ങനെ? വഹും യഅലമൂൻ ഐ മാ ശഹിദു ബിഹി ഫീ ഖുലൂബിഹിം വഅൽസിനതിഹിം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ആശയത്തെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും നാവ് കൊണ്ട് പറയുകയും ചെയ്ത് സാക്ഷിയായവരൊഴികെ. ഇത് വ്യക്തമാക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അതിന്റെ അർത്ഥം അറിഞ്ഞ് സാക്ഷ്യം വഹിക്കേണ്ടതുണ്ട് എന്നാണ്. ഈ ആയത്തിനും ഇതുപോലുള്ള ആയത്തുകൾക്കും ഷഹാദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വ്യാഖ്യാനിച്ചിടത്തുമെല്ലാം അഖീദയുടെ
അഖീദയുടെ ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചിട്ട് കാണാൻ സാധിക്കും, ഏതൊരു സാക്ഷ്യവും യഥാർത്ഥ സാക്ഷ്യമാകണമെങ്കിൽ ആ ഷഹാദത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നതിന്റെ മുമ്പ് ഒരു ഇൽമുണ്ടായിരിക്കണം. ഒരു ഇൽമു മുൻകടന്നതിന് ശേഷമാണ് സാക്ഷ്യം ഉണ്ടാകേണ്ടത്. അതായത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അയാൾ പറയാൻ പോകുന്നത്, അതിന്റെ ആശയം എന്താണ്, അർത്ഥം എന്താണ് എന്ന് അയാൾ മനസ്സിലാക്കണം. അപ്പോഴാണ് അത് ഷഹാദത്താകുന്നത്. അല്ലെങ്കിൽ അത് വെറും ഒരു വാക്ക് മാത്രമാണ്. ഇവിടെ വാക്കെന്നല്ല, ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ ആ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞാനീ പറയാൻ പോകുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് അർത്ഥം ഉൾക്കൊണ്ടിട്ടുണ്ട്, അതിന്റെ ആശയ വ്യാപ്തി എന്താണ്, അതനുസരിച്ച് എന്നിൽ ഉണ്ടാകേണ്ടത് എന്താണ്, ഉണ്ടാകാൻ പാടില്ലാത്തത് എന്താണ് എന്ന കാര്യം അയാൾ മനസ്സിലാക്കണം. എന്നാൽ ഇന്ന് നാം പരിശോധിച്ചു നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, അത് പറഞ്ഞുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് വാദിക്കുന്ന ആളുകളിൽ പലരും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല, ആശയം മനസ്സിലാക്കിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? അതിൽ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, അല്ലാഹു മാത്രമാകുന്നു ആരാധനക്കർഹൻ, അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന് പറയുന്ന ഒരു ഇസ്ബാത്ത്, സ്ഥിരീകരണവും, അതായത് അല്ലാഹുവിന് മാത്രമുള്ള അർഹത സ്ഥിരീകരിക്കുകയും മറ്റാർക്കും അർഹതയില്ലതിനെ നിഷേധിക്കുകയും ചെയ്യുക. ഈ രണ്ടാശയങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യമായി തീരുന്നത്. എന്നാൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നു, അതുകൊണ്ട് അയാൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണെങ്കിൽ അയാൾ മുസ്ലിം ആവുകയില്ല. മറിച്ച് അള്ളാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്യേണ്ടത്, ഇബാദത്ത് എടുക്കേണ്ടത്. അള്ളാഹു അല്ലാത്ത ആരും ദുആക്കും ഇബാദത്തിനും അർഹനല്ല എന്നുകൂടി അയാൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമായിട്ടില്ല, അവൻ മുസ്ലിം ആവുകയില്ല. ഷെയ്ഖ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലാ കിതാബ് തൗഹീദിന്റെ ഷർഹിൽ പറയുന്ന ആശയം ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിനെ ആരാധിക്കുന്ന എല്ലാ മുവഹിദുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. എല്ലാ തൗഹീദിന്റെ ആളുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നവരാണ്. എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്ന എല്ലാ ആളുകളും തൗഹീദിന്റെ ആളാവുകയില്ല. കാരണം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവനും ആരാധിക്കുന്നവനും അതോടൊപ്പം തന്നെ അവൻ അള്ളാഹുവിനെയും ആരാധിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ ആരാധിക്കുന്നുണ്ടോ ഇല്ലേ എന്നതല്ല പ്രശ്നം. മറ്റാരെയും ആരാധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം ദുആ ചെയ്യുക എന്ന് പറയുമ്പോഴാണ് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് യാഥാർത്ഥ്യമായി തീരുന്നത്. അപ്പോഴേ അവൻ അതിന് സാക്ഷ്യം വഹിച്ചവനാവുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങളെ പരിശോധിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും അതോടൊപ്പം മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്തതുപോലെ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം മറ്റ് പലതിനോടും ആരാധിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന് വാദിച്ചാൽ അത് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവന്റെ ഫലം അതിന് ഉണ്ടാവുകയില്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുകയും മറ്റാരെയും ആരാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും മറ്റാരോടും ഞങ്ങൾ സഹായം തേടാതിരിക്കുകയും ചെയ്യുന്നു. സൂറത്ത് മുഹമ്മദിലെ 19-ാമത്തെ വചനത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കാൻ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുന്നത്, മുഹമ്മദേ നീ മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ച് നീ മനസ്സിലാക്കണം. അപ്പൊ വെറുതെ പോയി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് നീ അറിയണം എന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തരുന്നത് ഇപ്പറഞ്ഞ ആശയത്തിൽ ആണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടത്, ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ്. എന്നാൽ ഇതൊന്നും അറിയാതെ പറയുകയോ പറഞ്ഞതിനു ശേഷം അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഇരുമ്പ് പോലെ, കോൺക്രീറ്റ് പോലെ, ഉരുക്ക് പോലെ പൊളിയാതിരിക്കുകയില്ല. പണ്ഡിതന്മാർ വിശദീകരിച്ച് നമുക്ക് കാണാം. ഒരുത്തൻ വുളു ഉണ്ടാക്കുന്നു. വുളു ഉണ്ടാക്കിയതിനു ശേഷം ആ വുളു മുറിയുന്ന കാര്യങ്ങൾ അയാളിൽ നിന്ന് എന്തെങ്കിലും ഒന്നുണ്ടായാൽ പിന്നെ അയാളുടെ ആ ഉണ്ടാക്കിയ വുളു നിലനിൽക്കുന്നില്ല, അത് ബാത്തിലായിപ്പോയി. ഇതുപോലെയാണ് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നു, അവൻ അതിന്റെ ആശയവും അർത്ഥവും മനസ്സിലാക്കുന്നില്ല. ഇനി ആശയവും അർത്ഥവും മനസ്സിലാക്കി പറഞ്ഞാൽ പോലും അതിന്റെ ആശയങ്ങൾക്ക് വിപരീതമായിട്ടാണ് അവൻ പ്രവർത്തിക്കുന്നതെങ്കിൽ, അവന്റെ വിശ്വാസമായതെങ്കിൽ പ്രവർത്തിക്കണം എന്ന് തന്നെയില്ല, വിശ്വസിച്ചാൽ പോലും അവൻ പറഞ്ഞ സാക്ഷ്യം ദുർബലമായി പോയിരിക്കുന്നു എന്നതാണ്. ആരുടെ അവസ്ഥ അങ്ങനെയാണെങ്കിലും അതുതന്നെയാണ് സ്ഥിതി. കാരണം തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകന്മാരെ കുറിച്ച് പറയുന്നിടത്ത് സൂറത്തു സുമറിലെ 65-66 വചനങ്ങളിൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും, പ്രവാചകന്മാരോടാണ് പറയുന്നത്, നീ ശിർക്ക് ചെയ്താൽ. ഇത് മുഹമ്മദ് നബിയോട് മാത്രമല്ല, മുമ്പ് നിയോഗിക്കപ്പെട്ട മുഴുവൻ പ്രവാചകന്മാർക്കും അല്ലാഹു നൽകിയിട്ടുള്ള സന്ദേശം എന്ന് പറയുന്നത് ഓരോ പ്രവാചകന്മാർക്കും കൊടുത്ത സന്ദേശമായി അല്ലാഹു പറയുകയാണ്, നീ ശിർക്ക് ചെയ്താൽ. ഓരോ നബിയോടുമുള്ള അല്ലാഹുവിന്റെ വാക്കാണത്. നീ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, നിന്റെ കർമ്മങ്ങൾ ബാത്തിലായി പോവുക തന്നെ ചെയ്യും, നീ നഷ്ടകാഴികളിൽപ്പെട്ടവനായി തീരുക തന്നെ ചെയ്യും. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് നീ അള്ളാഹുവിനെ തന്നെ ആരാധിക്കുകയും നന്ദിയുള്ളവരിൽപ്പെട്ടവനായി തീരുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെയാണ് ആരാധിക്കേണ്ടത്. നന്ദിയുള്ളവരിൽപ്പെട്ടവനാകണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടായിരിക്കണം നീ ദുആ ചെയ്തുകൊണ്ട് ഇബാദത്ത് തീർത്തുകൊണ്ട് നന്ദി കാണിക്കേണ്ടത്, മറ്റുള്ളവരോടല്ല. അങ്ങനെ വരുമ്പോൾ അത് അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കലാണ് എന്ന് ഈ ആയത്ത് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നബി എങ്ങാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് വിരുദ്ധമായി വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ നബിയും മുശ്രിക്കാകും, നഷ്ടകാരിയാകും എന്നാണ്. ഇനി ഒരാളോടല്ല, എല്ലാവരോടും ഇത് തന്നെയാണ് പറഞ്ഞത്. സൂറത്തുൽ അൻആമിലെ 88-ാമത്തെ വചനത്തിൽ കാണാം, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരെങ്ങാനും ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അവരുടെ പ്രവർത്തിച്ചത് മുഴുവൻ നിഷ്ഫലമായി പോവുക തന്നെ ചെയ്യും എന്ന് എല്ലാ നബിമാരെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല 2 സ്ഥലങ്ങളിൽ 2 രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രവാചകനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വിരുദ്ധമായി പറയുകയോ പ്രവർത്തിക്കുകയോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയായി ഉൾക്കൊള്ളാതിരിക്കുകയോ ചെയ്യുന്നത് എങ്കിൽ പോലും ഇതാണ് സ്ഥിതിയെങ്കിൽ മറ്റുള്ള ആളുകളുടെ സ്ഥിതി പറയേണ്ടതുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ പറഞ്ഞ് സാക്ഷ്യം വഹിച്ചതിനു ശേഷം അതിന് വിരുദ്ധമായി വിശ്വസിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് ലഹബിത, തീർച്ചയായും പൊളിഞ്ഞുപോയിരിക്കുന്നു എന്നത് പ്രവാചകന്മാരോട് ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ 26-ാം നമ്പറായി ഉദ്ധരിച്ച ഹദീസിൽ ഇതേ കാര്യം നമുക്ക് കാണാം. മം മാത വഹുവ യഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാധനക്കാരൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കുന്നവനായിരിക്കെ ആ അവസ്ഥയിൽ ഒരുത്തൻ മരിച്ചു പോവുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മരിച്ചവനും സ്വർഗത്തിലാണ് എന്നല്ല. ആ പറയുന്നത് എങ്ങനെയായിരിക്കണം? വഹുവ യഅലം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥവും ആശയവും. നേരത്തെ പറഞ്ഞ അള്ളാഹുവിന് മാത്രമാണ് ഇബാദത്തിന് അർഹതയുള്ളതെന്നും അള്ളാഹു അല്ലാത്ത ആള് മറ്റാർക്കും യാതൊരു അർഹതയും ഇല്ലെന്നും ആ നിലക്കുള്ള ഒരു അറിവോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിച്ച ഏതൊരുത്തനും സ്വർഗത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടത് ഈ ആൾക്കാണ്. ഇതെല്ലാം ഇതുപോലെ ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാം, വിശദീകരിക്കുന്നില്ല. ഈ അർത്ഥത്തിൽ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ മാത്രമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സാക്ഷാത്കൃതമാകുന്നത്. പറഞ്ഞാൽ മാത്രം പോരാ, അതനുസരിച്ചുള്ള പ്രവർത്തനവും അവനിൽ നിന്നുണ്ടാകേണ്ടതുണ്ട്. എന്നാൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം മനസ്സിലായതുകൊണ്ടാണ് അവർ ലാ ഇലാഹ പറയാതിരുന്നത്. അത് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റാരെയും ആരാധിക്കാൻ പറ്റില്ല എന്ന് മുശ്രിക്കുകൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് അവർ ചോദിച്ചത്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, മുഹമ്മദ് ആരാധിക്കപ്പെടാവുന്ന പരിഭ്രമിച്ച് അഭയം തേടി ചെല്ലാവുന്നവരെയെല്ലാം ഒറ്റ ഒരുത്തനാക്കിയോ? അതായത് നമ്മുടെ വിഷയം ബോധിപ്പിച്ച് ചെല്ലാൻ പലരും പറ്റില്ല, അള്ളാഹു മാത്രമേ പറ്റുള്ളൂ എന്നാണോ മുഹമ്മദ് പറഞ്ഞത്? അത് അത്ഭുതകരമായ കാര്യം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞില്ല. എന്നാൽ ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന പലരും അതിന്റെ അർത്ഥം മനസ്സിലാക്കാത്തതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാലും ഞാനത് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാലും എനിക്ക് അള്ളാഹുവിനോടും ദുആ ചെയ്യാം, അല്ലാത്തവരോടും ദുആ ചെയ്യാം എന്നാണ് നമ്മുടെ നാട്ടിൽ പലരും ഇത് പറയുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് മക്കയിലെ മുശ്രിക്കുകൾക്ക് മനസ്സിലായ അത്ര ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം മനസ്സിലാക്കാതെയാണ് ഭൂരിഭാഗം പേരും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് എന്നതാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അതൊരു യഥാർത്ഥ സാക്ഷ്യമല്ല എന്നർത്ഥം. ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതുബു ഇലൈക്.